നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്ത അർജൻറ്റീനയുടെ യുവ സൂപ്പർ താരം ഫ്രാങ്കോ മസ്റ്റൻഡൂനോ ഇപ്പോൾ TYC സ്പോർട്സിന് നീണ്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. റിവർ പ്ലേറ്റിൽ നിന്ന് ഇപ്പോൾ തന്നെ 18 വയസ്സാകുന്നേ ഉള്ളൂ. ഓഗസ്റ്റിൽ അദ്ദേഹത്തിന് 18 വയസ്സാകും. അതോടുകൂടി റയലിൽ അദ്ദേഹം കളിച്ചു തുടങ്ങും. ഇപ്പോൾ തന്നെ റയലിലേക്ക് പോയതിനെതിരെ റിവർ പ്ലേറ്റ് ആരാധകർക്ക് എതിർപ്പുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: എസ്റ്റവായോ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രസീലിയൻ യുവ സൂപ്പർ താരം എസ്റ്റവായോയെക്കുറിച്ചാണ്. എസ്റ്റവായോ പറഞ്ഞ നിങ്ങൾ കേട്ടോ? ബ്രസീലിയൻ താരം പറഞ്ഞത് അവന് ബാലൻഡിയോറിന് കോമ്പീറ്റ് ചെയ്യണം അത്രേ. അവൻ പറഞ്ഞത്, ഞാനിപ്പോൾ ചെൽസിയിലേക്ക് പോവുകയാണ്, ഞാൻ അവിടെ ലാമിനോടും മസ്റ്റൻഡൂനോയോടുമൊക്കെ ബാലൻഡിയോറിൽ കോമ്പീറ്റ് ചെയ്യുമെന്ന്. അതായത് യൂറോപ്പിൽ ബാലൻഡിയോറിനായിട്ട് ലാമിനോടും മസ്റ്റൻഡൂനോയോടുമൊക്കെ കോമ്പീറ്റ് ചെയ്യും. ആ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? നിന്നെ അവൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞതിനെക്കുറിച്ച് എന്തു പറയുന്നു? മറുപടി നോക്കണം. മസ്റ്റൻഡൂനോയുടെ മറുപടി: യെസ്, ഞാനത് കേട്ടു. ഞാൻ വിചാരിക്കുന്നു എസ്റ്റവായോ ഇപ്പോഴേ ഗ്രേറ്റ് പ്ലെയറാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അവൻ വളരെ ടാലൻറ്റഡ് ആണ്. ചെൽസിക്കെതിരെ അവൻ്റെ ഗോൾ നമ്മൾ കണ്ടു. ഗ്രേറ്റ് പ്ലെയറാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ അവൻ റിയലി സ്വയം എൻജോയ് ചെയ്തുകൊണ്ടാണ് കളിക്കുന്നത്. അമേരിക്കയിൽ അവൻ അങ്ങനെയാണ് കളിച്ചത്. ഇനി ഇംഗ്ലണ്ടിലും അങ്ങനെ തന്നെ അവൻ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ബാലൻഡിയോർ, ഹോണസ്റ്റ്ലി അത് ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ബാലൻഡിയോറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡിലേക്ക് ചെന്ന് എനിക്കവിടെ അഡാപ്റ്റഡ് ആവണം, എന്നിട്ട് അവിടെ കളിച്ചു തുടങ്ങണം, എന്നിട്ട് അവിടെ കിരീടങ്ങൾ ചൂടണം. അതാണ് എനിക്ക് ആ ക്ലബിലേക്ക് ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത്. എനിക്കൊരുപാട് കാര്യങ്ങൾ റയലിൽ പോയിട്ട് ചെയ്യണം. നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ ചോദിക്കുകയാണെങ്കിൽ, ഞാനതിന് പറയുന്ന മറുപടി വിജയിക്കുക, ഒരുപാട് കിരീടങ്ങൾ ചൂടുക, റയലിനൊപ്പം ചാമ്പ്യൻസ് ലീഗിൽ പോരാട്ടം നടത്തുക, ലാലീഗയിൽ കിരീടം ചൂടുക. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഗോൾ എന്ന് പറയുന്നത്. ഒബിയസ്ലി ആദ്യം എനിക്ക് അഡാപ്റ്റഡ് ആവണം, എന്നിട്ട് അവിടെ മികച്ച പ്രകടനം നടത്തണം. പക്ഷെ ഗോളുകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ ഗോളുകളാണുള്ളത്. ബാലൻഡിയോറിനെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്ന്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല. എന്നാൽ ബാലൻഡിയോറിനായിട്ടുള്ള ഭാവിയിൽ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേര് കൂടി എസ്റ്റവായോ പറഞ്ഞല്ലോ. അതിന് ഞാൻ അവനോട് നന്ദി പറയുകയാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ബാലൻഡിയോർ ഇല്ല എന്നാണ് മസ്റ്റൻഡൂനോയുടെ മറുപടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.